ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ട് ഒരു എഗ്ഗ് മസാല ഗ്രേവി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ജാറിൽ 2 പിടി മല്ലിയില, 20 അല്ലി വെളുത്തുള്ളി, 11 പച്ചമുളക്, 3 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകം, എനിക്ക് ആവശ്യമായ മുളക് പൊടി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. വാളം പുളിയുടെ വെള്ളം 1 കപ്പ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നാലോ. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് വെക്കാം. ഓയിലാണ് ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത്. ഓയിൽ ഒഴിച്ച് വെച്ചിട്ട് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 20 മുട്ട പുഴുങ്ങി തോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മുട്ട ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി അത് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഇത് കണ്ടോ, നമ്മുടെ മുട്ട നന്നായിട്ട് വെന്ത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മുട്ടകളൊക്കെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ കണക്കിനുള്ള സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളിയും ബട്ടറും ഓയിലും കൂടി നന്നായിട്ട് മിക്സായി നന്നായിട്ട് അത് വെന്ത് കിട്ടണം. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം. നമ്മൾ ആദ്യം ചേർക്കാത്തത് നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്ത് പോയി കഴിഞ്ഞാൽ സ്പൈസസ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ബേ ലീവ്സും വലിയ 2-3 കറുവാപ്പട്ട, ഒരു 8 ഏലക്ക, അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. സവാള നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുഴഞ്ഞ് വരണം. ഇപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഒഴിച്ച് കൊടുക്കാം. മസാലക്കൂട്ട് നന്നായിട്ട് ഒഴിച്ച് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഞാൻ 1 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരണം. എന്നാലാണ് ആ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 പിടി മല്ലിയില തൂവി കൊടുക്കാം. മല്ലിയിലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവസാനം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. എന്നാൽ മാത്രമേ മുട്ടയുടെയും മസാലയുടെയും ഒരു കോമ്പിനേഷൻ ഉണ്ടാവുള്ളൂ.
മുട്ടയിലോട്ട് ആ കറിയുടെ ഫ്ലേവറൊക്കെ പിടിക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മളത് അടച്ച് വെച്ച് വേവിക്കണം. കറി കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ, ടേസ്റ്റുമാണ്. ഫൈനലായിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. ഒരു പിടി കസ്തൂരി മേത്തി നന്നായിട്ട് പൊടിച്ച് കറിയിലേക്ക് തൂവി കൊടുക്കാം. ശരിക്കും നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനും വരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഒരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ഗൈസ്.